നമസ്കാരം. സ്ട്രോക്ക് ജീവിതത്തിൽ വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് ഞാൻ പറയുന്നത് അതേക്കുറിച്ചാണ്. അതിനുവേണ്ടി സ്ട്രോക്ക് എങ്ങനെയാണ് വരുന്നതെന്നറിയണം, വരാനുള്ള കാരണം എന്താണെന്നും അറിയണം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. സ്ട്രോക്ക് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ഇസ്കീമിക് ആയിട്ടും മറ്റൊന്ന് ഹെമറേജിക് ആയിട്ടും. ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ബ്ലഡിൽ ക്ലോട്ടുകൾ ഉണ്ടായി ബ്രെയിനിലേക്കുള്ള രക്തപ്രവാഹത്തിന്, നോർമൽ രക്തപ്രവാഹത്തിന് തടസ്സം വരുന്നു. ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസിൽ ചെറിയ പൊട്ടലുകളുണ്ടായി, പ്രധാനമായിട്ടും ആർട്ടറീസിലൊക്കെ ചെറിയ പൊട്ടലുകളുണ്ടായി നോർമൽ ബ്ലഡ് ഫ്ലോയ്ക്ക് തടസ്സം വരുന്നു. അത് തന്നെയല്ല, ബ്രെയിനിലെ ടിഷ്യൂസ് ഡാമേജ് ആവുകയും ചെയ്യുന്നു. ഈ രണ്ട് രീതിയിലുള്ള സ്ട്രോക്കും ബ്രെയിനിലെ ടിഷ്യൂസിനെ ഡാമേജ് ആക്കുന്നുണ്ട്. അത് തന്നെയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങളെ അത് ബാധിക്കുന്നുണ്ട്, അവയവങ്ങളുടെ ചലനത്തിനെയും അതിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനത്തെയും. അപ്പോൾ ബ്ലഡിൽ ക്ലോട്ടുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം രക്തത്തിൽ കൊഴുപ്പിൻ്റെ അംശം കൂടുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ രക്തത്തിൽ വരുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പ് ഈ ബ്ലഡ് വെസൽസിൻ്റെ ഭിത്തികളിൽ പറ്റിപ്പിടിച്ച്, കൊഴുപ്പ് മാത്രമല്ല ചില വേസ്റ്റ് പ്രോഡക്റ്റുകൾ, നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ചില വേസ്റ്റ് പ്രോഡക്റ്റുകൾ, അതുപോലെ തന്നെ അമിതമായ കാൽഷ്യം, അതുപോലെ കൊളസ്ട്രോൾ, ഇതൊക്കെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ ഭിത്തികളിൽ പറ്റിപ്പിടിച്ച് അതൊരു പ്ലേക്കായിട്ട് മാറുന്നു. ഇത് ബ്ലഡ് വെസൽസിനെ ചുരുക്കുന്നു, നാരോ ആക്കുന്നു. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിൻ്റെ ഭിത്തികളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന പ്രക്രിയയ്ക്കാണ് അതെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഇത് ബ്ലഡ് പ്രഷർ കൂടാനുള്ള കാരണമായിട്ട് മാറുന്നു. അപ്പോൾ ഇസ്കീമിക് സ്ട്രോക്കിൻ്റെ പ്രധാന കാരണം ഇതാണ്. അപ്പോൾ ഹെമറേജിക് സ്ട്രോക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് രക്തക്കുഴലിൻ്റെ ഭിത്തികളിൽ കട്ടി കൂടിയിട്ട്, ഭിത്തികൾക്ക് കട്ടി കൂടി അതിനെ ദുർബലമാക്കുന്നു. എന്ന് വെച്ചാൽ കട്ടി കൂടുക എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി കുറയുവാണ്. ഈ വേസ്റ്റ് പ്രോഡക്റ്റൊക്കെ അടിഞ്ഞ് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നു. ഇലാസ്റ്റിസിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ കൂടുതലായിട്ട് വരുന്ന സാഹചര്യത്തിൽ അത് വികസിച്ചു കൊടുക്കാനുള്ള ടെൻഡൻസി കുറയുന്നു. നമ്മുടെ ബ്ലഡ് വെസൽസിന് ഒരു പ്രത്യേകതയുണ്ട്, അത് പ്രഷർ കൂടുന്ന സമയത്ത് നോർമലായിട്ട് അത് വികസിച്ചു കൊടുക്കണം, എങ്കിലേ ബ്ലഡ് ഫ്ലോ ചെയ്യത്തുള്ളൂ, നോർമലായിട്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. ചെറുതായിട്ടൊന്ന് വികസിക്കണം. അതിനാണ് ആ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആ ഇലാസ്റ്റിസിറ്റി കുറയുമ്പോഴാണ് ഈ ബ്ലഡ് വെസൽസിന് ചെറിയ പൊട്ടലുണ്ടാകുന്നത്. അപ്പോൾ സ്ട്രോക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ആഹാരം, വ്യായാമം, അതുപോലെ മനസ്സിൻ്റെ ടെൻഷൻ, ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബ്ലഡ് വെസൽസിന് ആവശ്യത്തിന് ഇലാസ്റ്റിസിറ്റി വേണം. ഈ ഇലാസ്റ്റിസിറ്റി പ്രധാനമായിട്ട് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന കെമിക്കലിൽ നിന്നാണ്. അപ്പോൾ ഈ ഇലാസ്റ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് നൈട്രിക് ഓക്സൈഡ് വേണം, വൈറ്റമിൻ ഡി വേണം, വൈറ്റമിൻ സി വേണം, അതുപോലെ ബി കോംപ്ലക്സുകൾ, ഇതൊക്കെ തന്നെ കിട്ടുന്നത് ആഹാരത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്ന കെമിക്കലുകൾ ഏറ്റവും കൂടുതലുള്ളത് പച്ചക്കറികളിലാണ്, അതുപോലെ പഴങ്ങളിലുണ്ട്, നട്ട്സിലുണ്ട്. ഇതൊക്കെ ഡെയിലി കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഇലാസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും അധികം വേണ്ടത് വൈറ്റമിൻ സി ആണ്. അതുകൊണ്ടാണ് ഡെയിലി പഴങ്ങൾ കഴിക്കണമെന്ന് പറയുന്നത്. തന്നെയല്ല, ഈ വൈറ്റമിൻ സി എന്നൊക്കെ പറയുന്നത്, ഇലാസ്റ്റിൻ എന്നൊക്കെ പറയുന്നത് ആൻജിയോടെൻസിനെ കുറയ്ക്കുന്നുണ്ട്. ആൻജിയോടെൻസിൻ എന്ന് പറയുന്നത് ബ്ലഡ് വെസലിനെ നാരോ ആക്കുന്ന കെമിക്കലാണ്. അപ്പോൾ ഈ ഇലാസ്റ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ ഡി, ഇതെല്ലാം അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട് ഡെയിലി. അതുപോലെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടണം, എങ്കിലേ നൈട്രിക് ഓക്സൈഡ് കൂടത്തുള്ളൂ. അപ്പോൾ സ്ട്രോക്ക് വരാതിരിക്കാനുള്ള എക്സർസൈസിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ട്രൈഗ്ലിസറൈഡ് അത് നോർമലായിരിക്കണം, അതുപോലെ LDL കൊളസ്ട്രോൾ നോർമലായിരിക്കണം, നമ്മുടെ പ്രഷർ നോർമലായിരിക്കണം. ഇത് മൂന്നും നോർമലാക്കി വെച്ചുകൊണ്ട് എല്ലാ ദിവസവും അണയ്ക്കുന്ന പോലെ, എന്തെങ്കിലും അണപ്പ് വരുന്ന പോലെ എല്ലാ ദിവസവും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് വ്യായാമമാകാം, അല്ലെങ്കിൽ ജോലിയാകാം, എന്തെങ്കിലും, പക്ഷെ അണയ്ക്കണം. നമ്മൾ പ്രഷറിനെ കൂട്ടണം. അങ്ങനെ പ്രഷർ കൂട്ടി ബ്ലഡ് നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റി കൂടുന്തോറും
നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടാവും. ബ്ലഡ് വെസൽസ് സ്വാഭാവികമായിട്ടും ബ്ലഡ് വെസൽസിന് ആ ഇലാസ്റ്റിസിറ്റി കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ചില സാഹചര്യത്തിൽ ബ്ലഡ് എരച്ച് കയറി വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഷർ കൂടുന്ന സമയത്ത് ബ്ലഡ് വെസൽ ഒന്ന് വികസിച്ചു കൊടുക്കണം. വികസിക്കണമെങ്കിൽ അതിന് ഇലാസ്റ്റിസിറ്റി വേണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി ചെയ്തിരിക്കണം. അപ്പോൾ ശരീരത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ശീലമായി. ആ വികസിക്കുന്നത് ചുരുങ്ങുന്നത് ഒരു ശീലമായി. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടുന്നു. സ്ട്രോക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കുറയും. അതുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ സ്പീഡിൽ നടക്കണം, ബ്രിസ്ക് വാക്ക് ചെയ്യണം. അതുപോലെ സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യണം. അതുപോലെ മനസ്സിൻ്റെ ടെൻഷനൊക്കെ മാറ്റാനായിട്ട് ഡീപ്പ് ബ്രീത്തിങ്, റിലാക്സേഷൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് അവർ അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്നവരാണ്. ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ ഫാമിലി സംബന്ധമായിട്ടും ഒക്കെ തന്നെ അമിതമായിട്ട് ടെൻഷൻ വരുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ ബ്ലഡിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നുണ്ട്. നമ്മളറിയാതെ അത് കൂടുന്നുണ്ട്. ഈ കോർട്ടിസോൾ ശരിക്കും പറഞ്ഞാൽ ആൻജിയോടെൻസിൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആൻജിയോടെൻസിൻ എന്ന് പറഞ്ഞ കെമിക്കൽ ബ്ലഡ് വെസൽസിനെ നാരോ ആക്കുന്ന കെമിക്കൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് നിരന്തരം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡ് വെസൽ ചുരുങ്ങുകയും രക്തപ്രവാഹത്തിന് അത് തടസ്സം വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കോൺഷ്യസ് ആകേണ്ടത് ഇതാണ്: സാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ്, അതുപോലെ ഉപ്പിൻ്റെ അളവ്. ഇതൊക്കെ മാക്സിമം കുറച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല പച്ചക്കറികൾ പതിവായിട്ട് കഴിക്കണം. പ്രത്യേകിച്ചും ഇലക്കറികളൊക്കെ ഇടയ്ക്കൊക്കെ ഉൾപ്പെടുത്തുകയും വേണം. ഇലാസ്റ്റിൻ കൂട്ടാനായിട്ട് ഇത് വളരെയേറെ സഹായിക്കും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.